നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 407 407. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പ്രഭാഷണം മൂലം ഭാഗം 407, ചതുർത്ഥ സ്കന്ധത്തിൽ 22-ാമത്തെ അധ്യായത്തിലെ 52-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. ഇന്ന് മുതൽക്ക് പറയേണ്ടത് ഇത് 52-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് പറയേണ്ടത്. ശ്ലോകം: ഗൃഹേഷു വർത്തമാനോപി സസാമ്രാജ്യാശ്രിയാന്വിതാ നാസാജതേന്ദ്രിയാർത്ഥേഷു നിരഹം മതിർ അർക്കവത് എന്നാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, ഗൃഹങ്ങളിൽ ഇരിക്കുന്നവനാണെങ്കിലും അവൻ സാമ്രാജ്യശ്രീയാൽ ഐശ്വര്യത്താൽ യുക്തനാണെങ്കിലും അഹങ്കാരമില്ലാത്തവനായിട്ട് സൂര്യനെന്ന പോലെ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിൽ ആസക്തനായിരിക്കുന്നില്ല. ആസക്തി ഉണ്ടാവരുത്. ഇന്ദ്രിയങ്ങളിൽ ആസക്തി ഉണ്ടായാൽ നരകം ഫലം. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഗൃഹങ്ങളിൽ ഇരിക്കുന്ന ചക്രവർത്തിക്കുള്ള ഐശ്വര്യം പരിപൂർണമായിട്ടുണ്ട്, എങ്കിലും ഞാൻ എന്നുള്ള അഭിമാനമില്ലാത്തവനായിരുന്നതിനാൽ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായ ശബ്ദാദികളിൽ ആസക്തനായിരുന്നില്ല. അതുകൊണ്ട് കർമ്മങ്ങൾ ബന്ധഹേതുക്കളായി ഭവിച്ചതുമില്ല. കർമ്മങ്ങൾ കർമ്മങ്ങളിൽ വന്ന് കർമ്മങ്ങൾ ബന്ധഹേതുക്കളാവുന്നത് എപ്പോഴാണ്? കർത്തൃത്വാഭിമാനം തോന്നുമ്പോൾ. സൂര്യൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും പ്രാണികൾ തൻ്റെ സാന്നിധ്യം നിമിത്തം നടത്തുന്ന കർമ്മങ്ങളുടെ ബാധ സൂര്യനില്ലാത്തതുപോലെ സൂര്യൻ്റെ കിരണങ്ങൾ വെളിച്ചം ആസ്പദമാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ ഭഗവാൻ കർമ്മസാക്ഷി മാത്രമാണ്. നമ്മുടെ കർമ്മങ്ങളുടെ ഫലം അദ്ദേഹത്തിന് ബാധകമല്ല. ആത്മസാന്നിധ്യം നിമിത്തം ഇന്ദ്രിയാദികൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതല്ലാതെ തനിക്ക് കർത്തൃത്വമില്ലെന്നുള്ള ബോധം നിമിത്തം കർമ്മങ്ങൾ ചക്രവർത്തിയെ ബന്ധിച്ചിരുന്നില്ല എന്ന് വളരെ എലാബറേറ്റായിട്ട് പറയണ്ടായി. 53-ാമത്തെ ശ്ലോകം ഒരു 3 വരി ശ്ലോകമാണ്. ഏവം അധ്യാത്മയോഗേന കർമാണ്യാനുസമാചരൻ പുത്രാനുൽപാദയാമാസ പഞ്ചാർച്ചിഷ്യാത്മസമ്മതാൻ വിജിതാശ്വം ധൂമ്രകേശം ഹര്യക്ഷം ദ്രവിണം മൃഗം. ഇപ്രകാരം ആത്മാവിൽ തന്നെ സ്ഥിരനായിരുന്നു കൊണ്ട് കർമ്മങ്ങളെ എപ്പോഴും വേണ്ട വിധം ആചരിക്കുന്നവനായിട്ട് അർച്ചിസ്സാണ് ഭാര്യ, ആത്മസമ്മതാൻ തനിക്ക് തുല്യന്മാരായ 5 പുത്രന്മാരെ സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞു അവിടെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? ഇപ്രകാരം ആത്മനിഷ്ഠയോടുകൂടി സമുചിത കർമ്മങ്ങളെ ദേശകാലോചിതമായ വിധത്തിൽ നിരന്തരം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ചക്രവർത്തി സ്വഭാര്യയായ അർച്ചിസിൽ വിജിതാശ്വൻ, ധൂമ്രകേശൻ, ഹര്യക്ഷൻ, ദ്രവിണൻ, വൃഗൻ എന്നു പേരുള്ള 5 ആത്മതുല്യന്മാരായ 5 പുത്രന്മാരെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇനി 54-ാമത്തെ ശ്ലോകം: സർവേഷാം ലോകപാലാനാം ധതാരൈക പൃഥുർഗുണാൻ ഗോപീധായ ജഗൽ സൃഷ്ടേ കാലേ സ്വേസേ അച്യുതാത്മകാം. അച്യുതനിൽ മനസ്സോടുകൂടിയ ഏകനായ പൃഥു. ഈ അച്യുതനിൽ പൃഥുവിന് മാത്രമല്ല, നമ്മളെല്ലാവരും മനസ്സിരുത്തിയാൽ നമുക്കൊക്കെ ശ്രേഷ്ഠമായ പദവിയിലെത്താൻ പറ്റും. ജഗൽ സൃഷ്ടിയുടെ രക്ഷണത്തിനായിക്കൊണ്ട്
സർവലോകപാലന്മാരുടെ ഗുണങ്ങളെ അതാത് കാലങ്ങളിൽ അതാത് കാലത്തിൽ ധരിച്ചു. അതിൻ്റെ ഭാവാർത്ഥം, ശ്രീഹരിയിൽ നിന്ന് ചലിക്കാതെയിരിക്കുന്ന മനസ്സോടുകൂടിയ ഏകനായ പൃഥുചക്രവർത്തി ലോകത്തിൽ പ്രാണികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രാദികളായ 8 ദിക്പാലന്മാരുടെ ഗുണങ്ങളെ അതാത് അവസരത്തിൽ ധരിച്ചു. രാജാവിൻ്റെ ധർമ്മപരിപാലനം നിമിത്തം ഇന്ദ്രാദിലോകപാലന്മാർ അതാത് കാലത്ത് വർഷാദികളെ നൽകി എന്നുള്ളതിനെ അഷ്ടദിക്പാലന്മാരുടെ അംശം രാജാവിനുള്ളത് കൊണ്ട് രാജാവ് തന്നെ ലോകപാലന്മാരുടെ അധികാരത്തെ വഹിച്ചുവെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് ബോധ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കും വേണം. 55 മനോവാഗ്വൃത്തിഭി സൗമ്യേർ ഗുണേ സംരഞ്ജയൻ പ്രജാ രാജേത്യധാനാമധേയം സോമരാജയിവാപരാം. മനസ്സിൻ്റെയും വാക്കിൻ്റെയും പ്രവൃത്തികളാലും മനോഹരങ്ങളായ ഗുണങ്ങളാലും പ്രജകളെ ഏറ്റവും രഞ്ജിപ്പിക്കുന്നവനുമായിട്ട് എന്താ പറയുക, അന്യനായ ചന്ദ്രൻ എന്ന പോലെ രാജാവെന്ന നാമധേയത്തെ ധരിച്ചു. അല്ലാതെ കൊണ്ട് അതിൻ്റെ ഗൗരവം കാണിക്കരുത്. ഗൗരവം തിന്മ ചെയ്യുന്നവരിൽ കാണിക്കാം, നന്മ ചെയ്യുന്നവരുടെ സ്നേഹപ്രകടനങ്ങളോട് കൂടിയിട്ടിരിക്കണം. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് വരുന്നത്. ലോകപാലന്മാരുടെ ഗുണങ്ങളെ വഹിച്ചുവെന്ന് പറഞ്ഞതിനെ തന്നെ 9 ശ്ലോകങ്ങൾ കൊണ്ട് വിസ്തരിച്ച് കാണിക്കുന്നു. പ്രജകളുടെ ഹിതങ്ങളെ തന്നെ ചിന്തിക്കുകയെന്ന മനോവ്യാപാരം കൊണ്ടും ഹിതമായും മിതമായും സത്യമായും, ആ പ്രയോഗം വളരെ ശ്രദ്ധിക്കണം, ഹിതമായിരിക്കണം, മിതമായിരിക്കണം, സത്യമായതും പ്രിയമായും സംസാരിക്കുകയെന്ന വാക്വ്യാപാര്യം കൊണ്ടും ശൗശീലാദികളായ മനോഹര ഗുണങ്ങൾ കൊണ്ടും പ്രജകളെ തന്നിൽ ഏറ്റവും രഞ്ജിപ്പിച്ചതുകൊണ്ട് ലോകനന്ദകരനായ മറ്റൊരു ചന്ദ്രനെ പോലെ രാജാവിനുള്ള നാമധേയത്തെ അർത്ഥവത്തായിട്ട്, അതാണ് തൻ്റെ നാമധേയത്തിന് അർത്ഥം ഉണ്ടാവണം, ധരിച്ച സർവലോകങ്ങളെയും ആഹ്ലാദിപ്പിക്കുന്നത് കൊണ്ട് ചന്ദ്രന് രാജാവെന്നുള്ള നാമധേയം യഥാർത്ഥമായിരിക്കുന്നത് പോലെ പ്രജാരഞ്ജനം നിമിത്തം യഥാർത്ഥമായി രാജാവ് ഭവിച്ചുവെന്ന് സാരം. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മങ്ങളെ ഇടവിടാതെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 56 സൂര്യവത് വിസൃജൻ ഗൃണ്ണൻ പ്രതപം ഭുവോ വസു ദുർധർഷസ്തേജസേവാഗ്നിർമഹേന്ദ്ര ഇവ ദുർജയാം. പ്രകർഷേണ തപിപ്പിക്കുന്നവനും ഭൂമിയിൽ നിന്ന് ധനത്തെ ഗ്രഹിക്കുന്നവനും വിട്ടുകൊടുക്കുന്നവനുമായിട്ട് സൂര്യനെ പോലെയും തേജസ് കൊണ്ട് അതിക്രമിക്കാൻ കഴിയാത്തവനായിട്ട് അഗ്നിയെ പോലെയും ജയിപ്പാൻ കഴിയാത്തവനായിട്ട് ദേവേന്ദ്രനെ പോലെയും ഇരുന്നു എന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, സൂര്യൻ വേനൽക്കാലത്തിൽ ഭൂമിയിൽ നിന്ന് ജലത്തെ ആകർഷിക്കുകയും വർഷകാലത്തിൽ ഭൂമിയിൽ വർഷിക്കുകയും ചെയ്യുന്നത് പോലെ രാജാവ് പ്രജകളിൽ നിന്ന് ധനത്തെ കരമായിട്ട്, അതായത് പിന്നെ എന്താ പറയുക, നികുതി സ്വീകരിക്കുകയും ദുർഭിക്ഷകാലങ്ങളിൽ അവർക്ക് തന്നെ കൊടുക്കുകയും ചെയ്തിരുന്നതിനാൽ സൂര്യസാദൃശ്യം കിട്ടി ആജ്ഞയെ എങ്ങും നടത്തുന്നതിനുള്ള ശക്തി നിമിത്തം ആർക്കും അതിക്രമിപ്പാൻ കഴിയാതിരുന്ന തേജസ് കാരണം അഗ്നിക്ക് തുല്യനായിരുന്നു. ശത്രുക്കൾ ജയിപ്പാൻ അശക്യനായിരുന്നതിനാൽ മഹേന്ദ്രനെ പോലെ പരാക്രമം ഉള്ളവനായിരുന്നു എന്ന് പറഞ്ഞ് നിർത്തി. അതിന് ശേഷം 57-ാമത്തെ ശ്ലോകമാണ് വരുന്നത്. അതെന്താ?
തിദിക്ഷയാ ധരിത്രീ വാ ദൗരീ വാ ഭീഷ്ണതോ നൃണം വർഷതേസ്തയഥാകാമം പർജന്യ ഇവ തീർപ്പയന്. ക്ഷമ കൊണ്ട് ഭൂമിയെപ്പോലെ സ്വർഗമെന്ന പോലെ മനുഷ്യരുടെ ആഗ്രഹങ്ങളെ നൽകുന്നവനും കാമത്തെ അനുസരിച്ച് സന്തോഷിപ്പിക്കുന്നവനുമായിട്ട് വർഷാധിപതിയെ പോലെ വർഷിച്ചു എന്ന് തന്നെ പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം: അന്യന്മാർ ചെയ്യുന്ന അപരാധത്തെ സഹിക്കുന്ന സ്വഭാവമാകുന്ന ക്ഷമ നിമിത്തം ഭൂമിക്ക് തുല്യനും ജനങ്ങളുടെ അഭീഷ്ടങ്ങളെ സാധിപ്പിക്കുന്നത് നിമിത്തം സ്വർഗത്തിന് തുല്യനും സ്വശക്തിയാൽ വേണ്ടുന്ന സമയം വർഷത്തെ ജനിപ്പിച്ച് ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതും നിമിത്തം പാർജന്യൻ എന്നു പേരായ വർഷാധിപന് തുല്യനുമായിരുന്നു എന്നാണ് അർത്ഥം പറഞ്ഞത്. ഇനി അതിൻ്റെ അടുത്ത ശ്ലോകം 58. സമുദ്ര ഇവ ദുർബോധ സത്വേന അചലരാടിവ ധർമ്മരാടിവ ശിക്ഷായാം ആത്മശരീ ഹിമവാണിവ. അപ്പോൾ ഇവിടെ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ സമുദ്രം പോലെ അറിവാൻ കഴിയാത്തവനും സത്വേന സ്ഥൈര്യം കൊണ്ട് അചലരോട് മഹാമേരുവിനെ പോലെയും ശിക്ഷയിൽ യമനെ പോലെന്നും ആശ്ചര്യത്തിൽ ഹിമവാനെ പോലെയും ഇരുന്നു എന്നാണ് പറഞ്ഞത്. കുറച്ച് ടിക്കിളിഷായിട്ടുള്ള പ്രസൻറ്റേഷനാണ്. അപ്പം ഇനി അതിൻ്റെ ഭാവാർത്ഥം: സമുദ്രത്തിൻ്റെ ആഴം നിമിത്തം ആഴം അറിയുവാൻ കഴിയാതിരുന്ന പോലെ യാതൊരുവൻ്റെ അഭിപ്രായം അന്യന്മാർക്ക് അറിയുവാൻ സാധിക്കാതിരിക്കുന്നു. മേരുപർവ്വതം എന്ന പോലെ സ്ഥൈര്യമുള്ളവനും യമനെന്ന പോലെ ശിക്ഷയിൽ പക്ഷപാതമില്ലാത്തവനും. അതാണ് അവരവർ ചെയ്യുന്ന ദൈനംദിന കൃത്യങ്ങളെ ശരിക്ക് ശിക്ഷിക്കുന്ന വേണം, പോരായ്മകളുണ്ടെങ്കിൽ. അപ്പോൾ ഹിമവാനെ പോലെ ആശ്ചര്യഗുണങ്ങളുമുള്ളവനാകുന്നു എന്ന് പറഞ്ഞു. 59 ശ്ലോകം: കുബേര ഇവ കോശാഢ്യോ ഗുപ്താർത്ഥേവാ വരുണോ യഥാ മാധരിം ശേവ സർവാത്മാ ബലേന സഹജൗജസാം. ശ്ലോകം 59. കുബേര ഇവ കോശാഢ്യോ ഗുപ്താർത്ഥോ വരുണോ യഥാ മാധരിശേവ സർവാത്മാ ബലേന സഹസൗജസാം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയണത്: കുബേരൻ എന്ന പോലെ വമ്പിച്ച കോശത്തോടു കൂടിയവനും വരുണനെ പോലെ ഗുപ്താർത്ഥം സൂക്ഷിച്ചിരിക്കുന്ന അർത്ഥവാദങ്ങളോട് കൂടിയവനും മനസ്സിന് സാമർഥ്യത്തെ നൽകുന്നത് കൊണ്ടും ഇന്ദ്രിയങ്ങൾക്ക് സാമർഥ്യത്തെ നൽകുന്നത് കൊണ്ടും മാതരിഷ്വ ഇവ വായുവെന്ന പോലെ സർവാത്മാ പറയുന്നത്. അപ്പോൾ സർവരെങ്കിലും ആത്മായവനും ആയിരുന്നു. സർവരെങ്കിലും ആത്മാവായിട്ട് ഇരിക്കുന്നത് ഭഗവാൻ തന്നെ എന്ന് നമ്മൾ ഉറച്ച് തീരുമാനിക്കണം. 60. അവിശ്വഹൃദയാ ദേവ ഭഗവാൻ ഭൂതരാടിവ കന്ദർപ്പ ഇവ സൗന്ദര്യേ മനസ്സി മൃഗരാടിവ. അപ്പോൾ സഹിപ്പാൻ കഴിയാത്തവൻ എന്ന ഗുണത്താൽ
ഐശ്വര്യപൂർണനും ശ്രീ രുദ്രൻ എന്ന പോലെ സൗന്ദര്യത്തിൽ കന്ദർപ്പ യുവ, മന്മഥൻ എന്ന പോലെ മൃഗരാട് എന്ന് പറഞ്ഞാൽ സിംഹം എന്ന പോലെ ധീരൻ എന്നാണ് പറയുന്നത്. അപ്പം ഈശ്വര അനുഗ്രഹം ഉണ്ടായാലേ ഈ ധീരത്വം നമ്മൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ ഭാവാർത്ഥം പറയുമ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ശത്രുക്കൾക്ക് സഹിപ്പാൻ കഴിയാത്തതായ പരാക്രമമുള്ളതുകൊണ്ട് ഭഗവാനായ ശ്രീരുദ്രന് തുല്യനും സൗന്ദര്യത്തിൻ്റെ മന്മഥന് സമാനനും വൈദവ്യത്തിൽ സിംഹത്തിന് സത്യദൃശവുമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ സാധിക്കില്ല. കാരണം എന്താ വിചാരിച്ചാൽ ഇതിൽ 63-ാമത്തെ ശ്ലോകത്തോടു കൂടി ഇത് നിൽക്കുകയാണ്. അപ്പോൾ 61, 62, 63 കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അപ്പോൾ 61 വാത്സല്യേ മനുവൻണാം പ്രഭുസ്തേ ഭാഗവാനജാം ബൃഹസ്പതിർബ്രഹ്മവാദ ആത്മത്വേ സ്വയം ഹരി. അവ മനുഷ്യരുടെ തപസ്സിൽ വാത്സല്യത്തിൽ മനുവിനെ പോലെ പ്രഭുത്വത്തിൽ ഭഗവാൻ ആയ ബ്രഹ്മദേവൻ വേദവാദത്തിൽ വ്യാഴാചാര്യൻ ആത്മാവിനെ വശീകരിക്കുന്നതിൽ ഹരി സാക്ഷാൽ വിഷ്ണുവാകുന്നു എന്ന് പറയണ്ടായി. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറയുന്നത്. മനുഷ്യരെ സ്നേഹിക്കുന്ന വിഷയത്തിൽ മനുവിന് തുല്യ പ്രഭുത്വത്തിൽ ഭഗവാൻ ബ്രഹ്മദേവൻ തന്നെ വേദശാസ്ത്രികളുടെ ജ്ഞാനവിഷയത്തിൽ വ്യാഴാചാര്യന് തുല്യൻ, അതായത് ബൃഹസ്പതിക്ക്. ഇന്ദ്രിയാദികളെ അടക്കുന്ന കാര്യത്തിൽ ശ്രീ വിഷ്ണുവിന് തുല്യനാണ്. ആരെ? ഈ പൃഥു ചക്രവർത്തി എന്നൊക്കെ വലിയ പൊടുപ്പും തൊങ്ങലൊക്കെ വെച്ച് പറയണ്ടായി. ഇനി 62, 63 കഴിഞ്ഞ് നൃത്തം ചെയ്യാം. ഭക്ത്യാ ഗുരുവിശപ്രേഷു വിശ്വക്സേനാനുവർത്തിഷു ക്രിയാപ്രശ്രയശീലാഭ്യാം ആത്മതുല്യപരാദ്യമേ. പശുക്കൾ, ഗുരുക്കൾ, ബ്രാഹ്മണർ ഇവരിലും വിശ്വസേനനു വർത്തിഷു ഭഗവാന്റെ ഭക്തന്മാരിൽ ഭക്തി കൊണ്ടും ലജ്ജ കൊണ്ടും പ്രശ്രയശീലാഭ്യാം വിനാം ശൗശീലം ഇവ കൊണ്ടും പരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം കൊണ്ടും ആത്മതുല്യം തനിക്ക് സദൃശനുമാകുന്നു. ആരെ? ഈ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവൻ എന്നുള്ള ആത്മാവ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഭാവാർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്താ? ഗോക്കൾ, ഗുരുഭൂതന്മാർ, ബ്രാഹ്മണർ, ഭഗവത് ഭക്തന്മാർ ഇരവിയിലുള്ള ഭക്തി കൊണ്ടും ലജ്ജ കൊണ്ടും വിനയം കൊണ്ടും സൗമ്യ സ്വഭാവം കൊണ്ടും അന്യന്മാരുടെ ഗുണങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് കൊണ്ടും ആത്മതുല്യനുമാകുന്നു. ഈ കാര്യകാരങ്ങളിൽ സാദൃശ്യം പറവാൻ യോഗ്യന്മാരായിട്ട് അന്യന്മാർ ഇല്ലാത്തതുകൊണ്ട് ആത്മതുല്യനെന്ന് കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ എത്ര ശ്രദ്ധിച്ചിട്ടാണ് വിവരിച്ചിട്ടുള്ളത്. പഠിക്കാനോ ഒരു നിവൃത്തിയില്ല. ഇനി അവസാനത്തെ ശ്ലോകം 63. കീർത്തിയോർദ്ധഗീ ഗീതയാ
പുംഭിസ്ത്രൈലോക്യേ തത്ര തത്ര പ്രവിഷ്ടകർണരന്ധ്രേണ സ്ത്രീണാം രാമസദാം യുവാം. ത്രിലോകത്തിൽ അവിടവിടെ ജനങ്ങളാൽ ഊർധഗതിയ ഏറ്റവും ഗാനം ചെയ്യപ്പെടുന്ന കീർത്തിമാൻ കൊണ്ടും സ്ത്രീകളുടെ കർണദ്വാരങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവേശിച്ചവനായിട്ട് സദാം രാമയിവ. അതിൻ്റെ തർജ്ജമ സത്തുക്കൾക്ക് രാമൻ എന്ന പോലെ ഇരുന്നു ആര്? പൃഥു ചക്രവർത്തി എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം. ത്രിലോകത്തിലുള്ള ജനങ്ങൾ ഉച്ചത്തിൽ ഗാനം ചെയ്യുന്നതായി കീർത്തി നിമിത്തം സ്ത്രീകളുടെ കർണദ്വാരങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്ന രാജാവ് സത്തുക്കൾക്ക് ശ്രീരാമൻ എന്ന പോലെ സമ്മതനായിരുന്നു എന്ന് പറഞ്ഞു. ഇനി അതിർത്തെ അത് ഭാവാർത്ഥം പറയണ്ടായി ഇല്ലേ? അപ്പോൾ ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ 1-2 നിമിഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഓരോ വ്യക്തികളും ഈ ഭാവാർത്ഥ കൗമുദി ഭഗവാന്റെ എന്താ പറയുക, പാതാരവിന്ദങ്ങൾ, ഓടക്കുഴൽ നാദങ്ങൾ എല്ലാം കൊണ്ടും അദ്ദേഹം ശ്രീമാനാണ്, എല്ലാവിധ ഐശ്വര്യമുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ അതവിടെ അവിടെ നിർത്തി. അപ്പോൾ ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ കാമപ്രകരണേ പൃഥുചരിതേ ജ്ഞാനനിരൂപണം നാമ 12 അധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്നും അവരവരുടെ പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോഭവന്തമായിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.